പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 3ാം ക്ലാസ്സിലെ ദുറൂസ് 14ാമത്തെ പാഠം അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് കേട്ടോ. ഇഹ്ഫദ് ലിസാനക്, ആ പാഠത്തിൻ്റെ തെദരീബാത്താണ്. പാഠം നമ്മൾ വായിച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തെദരീബാത്താണ്. ഇഹ്ഫദ് ലിസാനക്, തെദരീബാത്ത്. നഖറഉ വനഫ്ഹമു, വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ വായിക്കണം, എന്നിട്ട് മനസ്സിലാക്കുക വേണം. ഇഹ്ഫദ് ലിസാനക്, നിന്റെ നാവിനെ സൂക്ഷിക്കൂ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹു തആലാക്കാണ്. ഗീബത്ത്, പരദൂഷണം. നമീമത്ത്, ഏഷണി. മിഅ്റാജ്, ആകാശാരോഹണം. സിദ്ഖ്, സത്യം. ഇസ്റാ, രാപ്രയാണം. വജ്ഹുൻ, മുഖം. കദിബുൻ, കളവ്. ഇതൊക്കെ വായിക്കാനാട്ടോ. ഇനി ഉത്തരം പറയാനാണ്. നുജീബു, ഉത്തരം എഴുതാനാണ്. നുജീബു, ഉത്തരം എഴുതുക. ഗീബത്ത് എന്നാൽ എന്ത്? ഉത്തരം: ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റൊരാളോട് പറയൽ. 2. നമീമത്ത് എന്നാൽ എന്ത്? കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയൽ. 3. ചീത്ത സംസാരങ്ങൾക്ക് 3 ഉദാഹരണങ്ങൾ. ചീത്ത സംസാരങ്ങൾക്ക്: കളവ് പറയുക, പരദൂഷണം പറയുക, ഏഷണി പറയുക, ഇഷ്ടം പോലെ കള്ളസത്യം ചെയ്യുക, ആക്ഷേപിക്കുക. അങ്ങനെ കുറച്ചൊക്കെ പറയാം. 3 എഴുതിയത്ര. ഇനി അടുത്തത് സൽവചനങ്ങൾക്ക് 3 ഉദാഹരണങ്ങൾ. സത്യം പറയുക, സലാം പറയുക, ദിക്ർ ചൊല്ലുക, ദുആ ചെയ്യുക, സ്വലാത്ത് ചൊല്ലുക, കൂട്ടുകാർക്കിടയിൽ ഇഷ്ടമുണ്ടാകാൻ വല്ലതും സംസാരിക്കുക, ഒക്കെ പറയാം കേട്ടോ. 5. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ എന്താണ് കണ്ടത്? സ്വന്തം ശരീരവും മുഖവും ചെമ്പ് നഖങ്ങൾ കൊണ്ട് മാന്തിപ്പിളർക്കുന്ന ഒരു വിഭാഗം ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. പിന്നെ 6. ഇസ്റാഉം മിഅ്റാജും നടന്നത് എന്നാണ്? റജബ് മാസം 27-ാം രാവിലാണ് ഇസ്റാഉം മിഅ്റാജും നടന്നത്. മിനുൻഷിഉൽ ജുമല, വാക്യത്തിൽ പ്രയോഗിക്കാനാണ്. ഇവിടെ 3 പദം പറഞ്ഞിട്ടുണ്ട്. ആ 3 പദങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? വാക്യാക്കണം. അനുഗ്രഹം, മാന്തിപ്പിളർത്തി, പൊരുത്തപ്പെട്ടു. ഇതാണ് 3 പദങ്ങൾ. നമുക്ക് നോക്കാം. അനുഗ്രഹം അതിർത്ത് നോക്കുക. സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ചോദിപ്പിക്കേണ്ടിയിരുന്നു. അനുഗ്രഹമാണ്, വിട്ടുപോയി. മാന്തിപ്പിളർത്തി, പരദൂഷണം പറയുന്നവർ നരകത്തിൽ വെച്ച് അവരുടെ മുഖം മാന്തിപ്പിളർക്കുന്നു. ഇനി പൊരുത്തപ്പെട്ടു. ഉസ്താദിൻ്റെ ഉപദേശം കേട്ടപ്പോൾ മുനവ്വിറും മുബശ്ശിറും പിണക്കം മാറി പരസ്പരം പൊരുത്തപ്പെട്ടു. ഇനി പ്രതിജ്ഞ പറയാൻ കേട്ട് എഴുതുക കേട്ടോ. കുറച്ച് ഇവിടെ പുസ്തകത്തിലുണ്ട്. ഞാൻ അടിയിൽ കുറച്ച് കുത്തിട്ട് നിങ്ങൾ ദയവായിട്ട് ഇതേപോലെ വായിച്ചിട്ട് താഴത്തേക്കാണ് എഴുതുക. ഞാൻ വെറുതെ ഒരു റെഡ് കളറാക്കിയിട്ട് എഴുതിയിരിക്കണേ. അത് മൊബൈൽ നോക്കിയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ, പുസ്തകം നോക്കാണ്ടേ. നഖറഉ തഅഹുദ്, വായിച്ചു നോക്കാം നമുക്ക്. ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിച്ചു ജീവിക്കും. ഞാൻ സത്യം മാത്രമേ പറയൂ. ഞാൻ നല്ലതേ പറയൂ. ഞാൻ ഒരാളെക്കുറിച്ചും ഗീബത്ത് പറയില്ല. ഞാൻ ഏഷണി പറയില്ല.
ഞാൻ ആരെയും പരിഹസിക്കില്ല, ഞാൻ എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറും. എഴുതിക്കാണ് താഴത്തേക്ക് ആ ഡോട്ടിലോട്ട് എഴുതിക്കാണ്. ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിച്ചു ജീവിക്കും, ഞാൻ സത്യമേ പറയൂ, ഞാൻ നല്ലതേ പറയൂ, ഞാൻ ഒരാളെ കുറിച്ചും ഗീബത്ത് പറയില്ല, ഞാൻ ഏഷണി പറയില്ല, ഞാൻ ആരെയും പരിഹസിക്കില്ല. അതായത് കിട്ടിയാൽ മതി കേട്ടോ. ഞാൻ എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്. ഞങ്ങളെ നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, ഉസ്താദുമാർക്ക് സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിന്റെ അവകാശികളാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.